ഹായ് ഫ്രണ്ട്സ്, ലേൺ ന്യൂയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കെമിസ്ട്രിയുടെ ആറ്റം ആൻഡ് സ്ട്രക്ചറിൻ്റെ പാർട്ട് 1 ഓൾറെഡി ചർച്ച ചെയ്തിരുന്നു. എൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. വീഡിയോയിലേക്ക് പോകാമേ. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആറ്റം ആൻഡ് സ്ട്രക്ചറിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ആറ്റം ആൻഡ് സ്ട്രക്ചറിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. കുറേ MCQs ഡിസ്കസ് ചെയ്തു. അതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അത് മറക്കാതെ ആ പാർട്ട് 1 കണ്ടിട്ട് മാത്രം പാർട്ട് 2 കാണുക. റിപ്പീറ്റേഷൻ ആണ്, അത് റിപ്പീറ്റഡ് ആയിട്ടാണ്, ഓരോ ഓർഡർ അനുസരിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 2 കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ പാർട്ടിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാമേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രോണിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച പരീക്ഷണം ഏതാണ്? ഇലക്ട്രോണിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച പരീക്ഷണം ഏതാണ്? ഏതാണ് ആൻസർ വരുന്നത്? ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണമാണ് ഇലക്ട്രോണിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച പരീക്ഷണം. അപ്പോൾ ഈ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം അതിൻ്റെ നിഗമനങ്ങൾ എന്തായിരുന്നു? ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിൻ്റെ നിഗമനങ്ങൾ എന്തായിരുന്നു? ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്നും വരുന്ന രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ആണുള്ളത്. അതുപോലെ തന്നെ ഈ കണങ്ങൾക്ക് മാസും ഊർജവും ഉണ്ട്. ഏത് വാതകം എടുത്ത് ഡിസ്ചാർജ് നടത്തിയാലും അവയിൽ നിന്നെല്ലാം ഒരേ ഇനം നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ എല്ലാ പദാർത്ഥങ്ങളിലുമുള്ള പൊതു ഘടകമാണ് ഇത്. അതായത് ഏത് വാതകം എടുത്ത് ഡിസ്ചാർജ് നടത്തിയാലും അവയിൽ നിന്നെല്ലാം ഒരേ ഇനം നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടാകുന്നു എന്നതായിരുന്നു ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിൻ്റെ നിഗമനം. അതായത് ഏത് വാതകം നമ്മൾ എടുത്ത് ഡിസ്ചാർജ് ചെയ്താലും അതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെ, അതിൽ നിന്ന് വരുന്ന രശ്മികൾക്ക് എല്ലാവർക്കും ഒരു നെഗറ്റീവ് ചാർജ് ആണുള്ളത് എന്നാണ് ഏത് പരീക്ഷണത്തിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഔട്ട്കം എന്ന് പറയുന്നത് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച വിപ്ലവകരമായ എക്സ്പെരിമെൻ്റ് ഏതായിരുന്നു? ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് അല്ലേ? അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇലക്ട്രോണിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച എക്സ്പെരിമെൻ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഏതാണ്? ജോർജ് ജോൺ സ്റ്റോൺസ്റ്റോണി. ജോർജ് ജോൺ സ്റ്റോൺസ്റ്റോണി. എങ്ങനെയാണ്? ജോർജ് ജോൺ സ്റ്റോൺസ്റ്റോണി എന്ന ശാസ്ത്രജ്ഞനാണ് ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. അദ്ദേഹം എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ഐറിഷ് ഫിസിസിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ജോർജ് ജോൺ സ്റ്റോൺസ്റ്റോണി എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ഐറിഷ് ഫിസിസിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇലക്ട്രോൺ എന്ന വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ? ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ജോർജ് ജോൺ സ്റ്റോൺസ്റ്റോണി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം. ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഇലക്ട്രോൺ ആണ് അല്ലേ? ആറ്റത്തിൽ 3 കണങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. അതിൽ ഏറ്റവും ഭാരം കുറഞ്ഞ ലൈറ്റസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഇലക്ട്രോൺ ആണ് അല്ലേ? മറക്കരുത്. ഏറ്റവും ഭാരം കുറഞ്ഞത്, ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഏതാണ്? ഇലക്ട്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ഇലക്ട്രോൺ ആണ് അല്ലേ? ഇലക്ട്രോൺ. അതുപോലെ തന്നെ ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണവും ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണവും ഏതാണ്? ഇലക്ട്രോൺ ആണ്. അപ്പം മറക്കരുത്, ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണവും ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണവും ഏതാണ്? ഇലക്ട്രോൺ ആണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ഇലക്ട്രോൺ. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാമേ. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് ആരാണ്? ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് ആരാണ്? ആൻസർ എന്താണ് വരുന്നത്? റോബർട്ട് ആൻഡ്രൂസ് മില്ലിക്കൻ ആണ്. റോബർട്ട് ആൻഡ്രൂസ് മില്ലിക്കൻ ആണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ എക്സ്പെരിമെൻ്റൽ ഫിസിസിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. 1923 അദ്ദേഹം നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഫിസിക്സിൽ. എന്തോത്തിന് വേണ്ടിയാണ്? ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ദ എലിമെൻ്ററി ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫോർ ഹിസ് വർക്ക് ഓൺ ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്.
അദ്ദേഹത്തിൻ്റെ ഫിസിക്സിലെ സംഭാവനകൾ പരിഗണിച്ച് 1923 നോബൽ പ്രൈസിന് അർഹനായത് ആരാണ്? റോബർട്ട് ആൻഡ്രൂസ് മില്ലിക്കൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹമാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണ്? ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണ്? മാസ് എത്രയാണ്? 9.1 × 10⁻³ കിലോഗ്രാം ആണ് ഇലക്ട്രോണിൻ്റെ മാസ്. 9.1 × 10⁻³ കിലോഗ്രാം ആണ് ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 9.1 × 10⁻³ kg. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ചിലപ്പം നമുക്ക് ചോദിച്ചെന്ന് വരാം. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു എന്താണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് ഇല്ലേ? ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൻ ആണെന്ന്. അപ്പോൾ ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ് അല്ലേ? അപ്പോൾ രണ്ടും കൂടെ തമ്മിൽ തിരിഞ്ഞു പോകരുത്. അത് ഞാൻ അപ്പോൾ അവിടെ പറയാൻ മറന്നുപോയതാണ്. അപ്പോൾ അത് ആ ക്വസ്റ്റ്യൻ ഒരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് ആരാണ് എന്നിങ്ങനെ ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ്, രണ്ട് ആൻസറും ആണ് വരുന്നത്. അപ്പോൾ അത് ഡൗട്ട് വരാതെ പറയണം. അപ്പം ഈ ഇലക്ട്രോണിൻ്റെ മാസ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണ്? ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണ്? 9.1 × 10⁻³ kg. മറക്കരുത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്താനായി ഉപയോഗിച്ച പരീക്ഷണം ഏതാണ്? ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്താനായി ഉപയോഗിച്ച പരീക്ഷണം ഏതാണ്? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണമാണ്. അതായത് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് ആണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്താനായി ഉപയോഗിച്ച പരീക്ഷണം. അതായത് ഇലക്ട്രോണിൻ്റെ ചാർജ് അളക്കാൻ 1909 റോബർട്ട് എ മില്ലിക്കനും ഹാർവി ഫ്ലെച്ചറും ചേർന്ന് ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം നടത്തി. ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ റയേഴ്സൺ ഫിസിക്കൽ ലബോറട്ടറിയിലാണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് നടത്തിയത്. ഇതിന് അദ്ദേഹത്തിന് 1923 എന്ത് ചെയ്തു? ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്താനായി ഉപയോഗിച്ച പരീക്ഷണം ഏതാണ്? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് ആണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്താനായി ഉപയോഗിച്ച പരീക്ഷണം. ആരാണ് നടത്തിയത്? മില്ലിക്കൻ ആണ് അല്ലേ? മില്ലിക്കൻ്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് ഫേമസ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. അപ്പം ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് എന്തിനു വേണ്ടിയാണ് നടത്തിയത്? ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്താനായി നടത്തിയ എക്സ്പെരിമെൻ്റ് ആണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ്. 1909 നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ആറ്റത്തിലെ ചലിക്കുന്ന കണം ഏതാണ്? ഒരു ആറ്റത്തിലെ ചലിക്കുന്ന കണം ഏതാണ്? ഒരു ആറ്റത്തിലെ ചലിക്കുന്ന കണം എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. ഒരു ആറ്റത്തിലെ ചലിക്കുന്ന കണം അല്ലേ? അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എതിലേക്കൂടെയാണ് സഞ്ചരിക്കുന്നത്? യെസ്, നമ്മുടെ ആറ്റത്തിലെ ഓർബിറ്റുകളിൽ കൂടി അല്ലേ? ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓർബിറ്റുകൾ സഞ്ചാരപാതയിൽ കൂടിയാണ് എന്ത് സഞ്ചരിക്കുന്നത്? ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത്. അപ്പം ചലിക്കുന്ന ഒരേ ഒരു കണം, ആറ്റത്തിലെ ഒരേ ഒരു കണം ഏതാണ്? ഇലക്ട്രോൺ ആണ് അല്ലേ? അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പദാർത്ഥത്തിൻ്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്ന കണം ഏതാണ്? ഒരു പദാർത്ഥത്തിൻ്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്ന കണം ഏതാണെന്ന് ചോദിച്ചാലും ആൻസർ ഏതാണ്? ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഒരു ആറ്റത്തിലെ ചലിക്കുന്ന കണം ഏതാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺ ആണ്. ഒരു പദാർത്ഥത്തിൻ്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്ന കണം ഏതെന്ന് ചോദിച്ചാൽ അത് ഇലക്ട്രോൺ ആണ്. അതുപോലെ തന്നെ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള കണം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇലക്ട്രോൺ ആണ്. നെഗറ്റീവ്ലി ചാർജ്ഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതെന്താണ്? ഇലക്ട്രോൺ ആണ് അല്ലേ? അങ്ങനെ കുറേ സവിശേഷതകൾ ഇലക്ട്രോണിൻ്റെ ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്ന കണം ഏതാണ്? ഇലക്ട്രോൺ ആണ് ഒരു പദാർത്ഥത്തിൻ്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്ന കണം. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് ഏത് കണമാണ്? ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് ഏത് കണമാണ്? ഇലക്ട്രോൺ ആണ് അല്ലേ? ഇലക്ട്രോൺ ആണ് ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത്. ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, വൈദ്യുതിയെ കടത്തിവിടുന്നത് അല്ലെങ്കിൽ താപത്തെ കടത്തിവിടുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് താപത്തെ അല്ലെങ്കിൽ വൈദ്യുതിയെ കടത്തിവിടാൻ കാരണം? യെസ്, ഒരു മൂവിങ് പാർട്ടിക്കിൾ അവിടെ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതിൽ ഹീറ്റോ അല്ലെങ്കിൽ വൈദ്യുതിയോ വരുമ്പോൾ അവിടെ
നിന്ന് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി അവിടെ ചലിക്കുന്ന പാർട്ടിക്കിളുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ ചാലകത നിർണ്ണയിക്കുന്നത് ആരായിരിക്കണം? ഇലക്ട്രോൺ ആയിരിക്കണം. അപ്പോൾ ചലിക്കുന്ന പാർട്ടിക്കിൾ ഏതാണ്? ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ചലനവേഗത അനുസരിച്ചായിരിക്കും താപത്തിനെയോ അല്ലെങ്കിൽ വൈദ്യുതിയോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകുന്നത് ഇല്ലേ? അപ്പോൾ അതിനെയാണ് ചാലകത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് ഏതാണ്? ഇലക്ട്രോൺ ആണ് ഇല്ലേ? അപ്പോൾ അത് മറക്കരുത്. അപ്പം ചാലകത നിർണ്ണയിക്കുന്നതും ഏതാണ്? ഇലക്ട്രോൺ ആണ്. നെക്സ്റ്റ് നോക്കാം. പ്രോട്ടോൺ കണ്ടെത്തിയത് ആര്? പ്രോട്ടോൺ കണ്ടെത്തിയത് ആര് അല്ലേ? അപ്പോൾ ഇലക്ട്രോണിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണമാണ് പ്രോട്ടോണും. ആറ്റത്തിലെ ന്യൂക്ലിയസിനകത്താണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? റുദർഫോർഡ് ആണ്. ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് ആണ് പ്രോട്ടോൺ കണ്ടെത്തിയിരിക്കുന്നത് ഇല്ലേ? അപ്പം പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രോട്ടോണിൻ്റെ മാസ് എത്രയാണ്? പ്രോട്ടോണിൻ്റെ മാസ് എത്രയാണ്? 1.627 × 10⁻⁻27 കിലോഗ്രാം ആണ് പ്രോട്ടോണിൻ്റെ മാസ്. 1.627 × 10⁻⁻27 കിലോഗ്രാം ആണ് പ്രോട്ടോണിൻ്റെ മാസ്. മറക്കരുത്, നേരത്തെ നമ്മൾ ഇലക്ട്രോണിൻ്റെ മാസ് പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്താണ്? പ്രോട്ടോണിൻ്റെ മാസ് എത്രയാണ്? 1.627 × 10⁻⁻27 kg. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഇലക്ട്രോണിൻ്റെ ചാർജ് പറഞ്ഞു. അടുത്തത് നമുക്ക് നോക്കുന്നത് പ്രോട്ടോൺ ആണ് അല്ലേ? അപ്പോൾ ഒരു ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ഒരു ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രോട്ടോൺ ആണ്. അപ്പോൾ ഇലക്ട്രോണോ? ഒരു ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. അപ്പോൾ ഒരു ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? പ്രോട്ടോൺ ആണ്. ഒരു ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? പ്രോട്ടോൺ ആണ്. അടുത്ത നോക്കാം. ഒരു ആറ്റം ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് അതിലെ ഡാഷിൻ്റെ എണ്ണമാണ്. ഒരു ആറ്റം ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് അതിലെ എന്തിൻ്റെ എണ്ണമാണ്? പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഒരു ആറ്റം ഏതാണ് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ആറ്റം ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് അതിലെ എന്തിൻ്റെ എണ്ണമാണ്? പ്രോട്ടോണുകളുടെ എണ്ണമാണ് അല്ലേ? അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ആറ്റത്തിൻ്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നതൊക്കെ ഇലക്ട്രോൺ ആണെന്ന്. ഇതെന്ന് പറയുന്ന ഒരു ആറ്റം ഏതാണ് എന്ന് തീരുമാനിക്കുന്ന ഏതാണ്? പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അപ്പം രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഒരു ആറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്ന അതിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഈ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻ്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് ഏതാണ്? ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻ്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് ഏതാണ്? പ്രോട്ടോൺ ആണ് ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻ്റ് എന്നെല്ലാം അറിയപ്പെടുന്നത്. ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻ്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് ഏതാണ്? പ്രോട്ടോൺ ആണ്. മറക്കരുത്, ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻ്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് ഏത് കണമാണ്? പ്രോട്ടോൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണം എന്തായിരിക്കും? ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണം എന്തായിരിക്കും? തുല്യമായിരിക്കും ഇല്ലേ? ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണം എന്തായിരിക്കും? തുല്യമായിരിക്കും എന്നതാണ് ആൻസർ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണം എന്തായിരിക്കും എന്നാണ് പറയുന്നത്? തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണം തുല്യമായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ആറ്റം വൈദ്യുതപരമായി ഉദാസീനമാണ് അല്ലെങ്കിൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയുന്നതിൻ്റെ കാരണവും നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞായിരുന്നു അല്ലേ? ആറ്റം വൈദ്യുതപരമായി ഉദാസീനമാണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണം തുല്യമായതുകൊണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ഏതാണ്? ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ഏതാണ്? ന്യൂട്രോൺ ആണ് അല്ലേ? ന്യൂട്രോൺ ആണ് ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം. ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ഏതാണ്? ന്യൂട്രോൺ ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ആൻസർ എന്താണ്? ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടെത്തിയത്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടെത്തിയത്. അപ്പോൾ ന്യൂട്രോണിൻ്റെ കണ്ടുപിടുത്തം നടത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ഫിസിസിസ്റ്റ് ആണ്. അദ്ദേഹം 1935 അദ്ദേഹം നോബൽ പ്രൈസിന് അർഹനാവുകയുണ്ടായി. എന്തിൻ്റെ കണ്ടുപിടുത്തത്തിൽ? ഈ ന്യൂട്രോൺ കണ്ടുപിടിച്ചതിന്. എന്ന് 1932 ന്യൂട്രോൺ കണ്ടുപിടിച്ചതിനാൽ അദ്ദേഹം 1935 അതിന് നോബൽ പ്രൈസ് വാങ്ങിക്കുകയുണ്ടായി അല്ലേ. അപ്പം ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ഫിസിസിസ്റ്റ് ആണ്. അദ്ദേഹം 1935 നോബൽ സമ്മാനത്തിന് അർഹനായി. എന്തിൻ്റെ പേരിൽ? 1932 ന്യൂട്രോൺ കണ്ടുപിടിച്ചതിനാൽ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാം, ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്, അതുപോലെ ന്യൂക്ലിയസിന് ചുറ്റും ഒരു ആറ്റത്തിൻ്റെ ഓർബിറ്റിൽ കൂടി ഇലക്ട്രോണുകളൊക്കെ കറങ്ങുന്നുമുണ്ട്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ന്യൂട്രോണിൻ്റെ ചാർജ് എന്തായിരിക്കും? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ന്യൂട്രോൺ ആണ്. ഒരു ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ന്യൂട്രോൺ ആണ്. അപ്പോൾ ഒരു ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം എന്ന് പറയുന്നത് ഏതാണ്? ന്യൂട്രോൺ ആണ്. അപ്പം ഒരു ന്യൂക്ലിയസിനകത്ത് സ്ഥിതി ചെയ്യുന്നത് എന്തൊക്കെയാണ്? ന്യൂട്രോണും പ്രോട്ടോണുമാണ്. അപ്പം പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പം ഓട്ടോമാറ്റിക്കലി ആ ന്യൂക്ലിയസിന്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ. അത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ചോദ്യത്തിൽ പറയുകയുണ്ടായി. അപ്പോൾ ഒരു ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ന്യൂട്രോൺ, മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ് ആൻസർ. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. കാരണം എന്താണ്? അപ്പോൾ ഹൈഡ്രജൻ്റെ അതെന്താണ് കാരണം? എന്താണ്? ഹൈഡ്രജന് പിന്നെ ന്യൂട്രോൺ ഇല്ലാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വളരെ സ്മാളസ്റ്റ് ആണ്. അതുപോലെ തന്നെ വലിയ ന്യൂക്ലിയസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസും ഇല്ല. അതുകൊണ്ട് തന്നെ അതിന് പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ സൈസ് വളരെ സ്മാൾ ആണ്. വിച്ച് cannot accommodate any heavier neutron in it. It also make hydrogen atom unstable in nature. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ എടുത്താൽ എന്ത് കിട്ടും? ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടും അല്ലേ. ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ഈ ഇക്വേഷൻ യൂസ് ചെയ്താണ് ന്യൂട്രോണുകളുടെ എണ്ണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഒരു 21 ക്വസ്റ്റ്യന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൻ്റെ പാർട്ട് 1 ഉണ്ട്, അതിലും കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓർഡർ അനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതും കുറേ പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതും സ്കിപ്പ് ചെയ്യാതെ കണ്ട് പഠിക്കുക. അടുത്തൊരു പാർട്ടിൽ വരുമ്പം കുറേ ഷെൽസിൻ്റെയും ഇലക്ട്രോൺ ഓർബിറ്റ് ഷെൽസ് അതെങ്ങനെയാണ് ഇലക്ട്രോണിൻ്റെ അതിൻ്റെ കാൽക്കുലേഷനൊക്കെ പറഞ്ഞു തരാം. നെക്സ്റ്റ് ഒരു പാർട്ടിൽ അത് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം അത് കാണുന്നത് വരേക്കും ബൈ.